അഖ്നൂർ, ആർഎസ്പുര എന്നിവിടങ്ങളിൽ വെടിനിർത്തൽ ലംഘിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് ഷെല്ലിംഗ് നടക്കുന്നു. പത്താൻകോട്ടിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഫിറോസ്പൂരിൽ വൈദ്യുതി മുടങ്ങി. ഫിറോസ്പൂരിൽ ഇന്നലെ ആക്രമണം നടന്നതാണ്. ശ്രീനഗറിലും ബ്ലാക്ക് ഔട്ടാണ്. ഡ്രോണുകൾ കണ്ടു ശ്രീനഗറിൽ എന്ന വാർത്തയും വരുന്നുണ്ട്, ദൃശ്യങ്ങളും വരുന്നുണ്ട്. പത്താൻകോട്ടിൽ ബ്ലാക്ക് ഔട്ടാണ്. ഇന്നലെ പത്താൻകോട്ടിലും ആക്രമണം ഉണ്ടായിരുന്നു. ഫിറോസ്പൂരിൽ ഇന്നലെ ഡ്രോൺ ആക്രമണം നടന്നതാണ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. ഓരോ കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ നിന്നായിട്ട് വരുന്നു. ഒമർ അബ്ദുള്ളയുടെ ട്വീറ്റ് കാണാം. ഒമർ അബ്ദുള്ള അല്പസമയം മുമ്പാണ് ട്വീറ്റ് ചെയ്തത്. എന്താണ് വാട്ട് ദ ഹെൽ ഈസ് ഗോയിങ് ഓൺ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശ്രീനഗറിൽ സ്ഫോടന ശബ്ദങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി തന്നെയാണ് എന്നതാണ്. അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് തന്നെ കാര്യങ്ങൾ വരികയാണ്, ദൃശ്യങ്ങളും വരികയാണ്. ഒമർ അബ്ദുള്ളയുടെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്, എക്സ് പോസ്റ്റാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ് പലയിടങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു, വെടിവെപ്പ് കേൾക്കുന്നു എന്നുള്ളത്. അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞതായിരുന്നു വ്യോമപാത തുറക്കണം, ഇനി വിമാന സർവീസുകൾ പഴയതുപോലെ ആക്കണം എന്നുള്ളത്. രാജസ്ഥാൻ മുതൽ കശ്മീർ വരെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെയാണ് പലയിടങ്ങളിലും. അത് ഏറിയും കുറഞ്ഞുമാണ് പല ഭാഗങ്ങളിലും ഉള്ളത്. പാക് ഷെല്ലിംഗ് ഉണ്ട്, പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഉണ്ട്. രണ്ടും പാകിസ്ഥാൻ പ്രയോഗിക്കുകയാണ്, വെടിവെപ്പ് നടക്കുകയാണ്. പലയിടത്തും പാക് ഷെല്ലിംഗ്. വിവരങ്ങളുമായി കെ പി അഭിലാഷ് കൂടി ചേരുകയാണ്. അഭിലാഷ്, എന്താണ് അതിന് അപ്ഡേറ്റ് ഉള്ളത്? തീർച്ചയായും മഞ്ജുഷ, ഇതിൽ ഏറ്റവും ഗൗരവം എന്നത് ശ്രീനഗറിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇതൊരു വയലേഷൻ ആണോ എന്ന സംശയം നമുക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു. കാരണം തീവ്രവാദികൾ ഒരു പക്ഷേ കടന്നു കയറിയിട്ടുള്ളവർ അടക്കം ആക്രമണം നടത്താം. പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ അടക്കം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഡ്രോണുകൾ പറത്തിയാൽ മാത്രമേ ശ്രീനഗറിലേക്ക് ആക്രമണം നടത്തുകയുള്ളൂ. മറ്റ് ഭൂപ്രദേശങ്ങൾ, അതായത് പൂഞ്ച് ഉൾപ്പെടെയുള്ള, രജൌരി ഉൾപ്പെടെയുള്ള, അഖ്നൂർ ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിൽ നിന്ന് അല്പം കൂടി ദൂരെ മാറിയിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ ഘടനയുള്ള ഇടം ആണ് ശ്രീനഗർ. ഇവിടെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വളരെ കൃത്യമായി പറയുന്നു, ശ്രീനഗറിൽ ആക്രമണം നടക്കുന്നു, വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ നടക്കുന്നു എന്നത് അതീവ ഗൗരവമായി തന്നെയാണ് കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ ആക്രമണം ആരംഭിച്ചതിന് ശേഷം, അതായത് പാകിസ്ഥാൻ സൈന്യം ആക്രമണം ആരംഭിച്ചതിന് ശേഷം ശ്രീനഗറിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചിരുന്നില്ല. ഇപ്പോഴിതാ ശ്രീനഗറിലേക്ക് കൂടി ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് പാക് സൈന്യം തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നു. ആക്രമണം അഴിച്ചുവിടുന്നത് പാക് സൈന്യം തന്നെ എന്നത് നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ തിരിച്ചടി നൽകാൻ സേനാ വിഭാഗങ്ങൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരം കൂടി പുറത്തു വരികയാണ്. പത്താൻകോട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ആക്രമണം ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രത പുലർത്തുന്നു എന്ന് മാത്രവുമല്ല, പലയിടങ്ങളിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ജയ്സാൽമീറിലും ബാർമറിലും വൈദ്യുതി മുടങ്ങുന്നു. അതായത് ബ്ലാക്ക് ഔട്ടിന്റെ ഭാഗമായി അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജയ്സാൽമീറിലും ബാർമറിലും വീണ്ടും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ബാർമറിലേക്ക് ഡ്രോണുകൾ തുരുതുര അയക്കുന്ന സാഹചര്യം ആണുള്ളത്. കൃത്യമായ വെടിനിർത്തൽ ലംഘനമാണ്. അതായത് 5 മണിക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നുവെന്ന് ഇന്ത്യ ഔദ്യോഗികമായി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചതാണ്. വിക്രം മിശ്രി തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് ഏതാനും മണിക്കൂറുകൾ, കൃത്യമായി പറഞ്ഞാൽ 3 മണിക്കൂറുകൾ മാത്രമാണ് ആ വെടിനിർത്തൽ കരാർ പാലിക്കപ്പെട്ടത് എന്ന് വേണം നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ. ഇപ്പോഴും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പത്താൻകോട്ട്, ശ്രീനഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതീവ ജാഗ്രതയിൽ തുടരുകയാണ്. ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ശ്രീനഗറിൽ എന്നുള്ളതാണ് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടത്. ശ്രീനഗറിലേക്കുള്ള ആക്രമണം തന്നെയാണ്. ജമ്മുവിലെ മറ്റു മേഖലകൾ ഇതിനു മുമ്പ് ആക്രമിച്ചിരുന്നുവെങ്കിലും ശ്രീനഗറിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ എന്നുള്ളതാണ് തന്നെയാണ്. ഇതെന്തുകൊണ്ട് എന്നതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനി പാക് സൈന്യത്തിനകത്ത് നിൽക്കുന്ന സ്പ്ലിറ്റിന്റെ ഭാഗമായിട്ടാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് DGMO ആണ് ചർച്ച നടത്തിയത് എന്ന് ഇന്ത്യ തന്നെ സ്ഥിരീകരിച്ച സാഹചര്യം ഉണ്ട്. എന്തായാലും പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ന് 4ാം ദിവസമാണ്. 4ാം ദിവസം ഉച്ച സമയത്ത് അടക്കം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വളരെ പെട്ടെന്ന് ഈ വെടിനിർത്തൽ കരാറിലേക്ക് പോയി എന്ന വിവരം പുറത്തു വന്നത്. 5 മണിക്കാണ് ഔദ്യോഗികമായി 6 മണിയോടുകൂടിയുള്ള വാർത്താ സമ്മേളനത്തിൽ ആയിരുന്നു അത് സ്ഥിരീകരിച്ചത്. 5 മണി മുതൽ പ്രാബല്യത്തിൽ വന്നുവെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണ്. അതിന്റെ നഗ്നമായ ലംഘനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായി ഇപ്പോൾ വൈഷ്ണോദേവി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, ഫിറോസ്പൂരിൽ, പത്താൻകോട്ടിൽ അടക്കം ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണത്തിനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നു.
എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ നിയമലംഘനം അല്ലെങ്കിൽ നഗ്നമായ വയലേഷൻ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആക്രമണം നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ജമ്മു കശ്മീരിലെ ഉധംപൂരിൽ ആണ് ഇപ്പോൾ ശബ്ദം കേൾക്കുന്നത്. അവിടെയും വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ലാൽ ചൗക്കിന് സമീപത്ത് ശ്രീനഗറിൽ വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം. അപ്പോൾ മുഴുവൻ ശ്രീനഗറിൽ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുന്നു. വൈഷ്ണോദേവി ക്ഷേത്രത്തിന് സമീപത്തുള്ള പ്രദേശങ്ങളിൽ സ്ഫോടന ശബ്ദം കേൾക്കുന്നു. ഡ്രോണുകൾ കണ്ടെത്തുന്നു. ഉധംപൂരിലേക്ക് ഡ്രോണുകൾ വരുന്നു എന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഒപ്പം സ്ഫോടനം നടക്കുന്നു. അപ്പോൾ എൻറ്റയർ ജമ്മു കാശ്മീരിൻ്റെ പല മേഖലകളിൽ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് വെടിയുതിർക്കുന്ന സാഹചര്യം. ശ്രീനഗറിൽ ബ്ലാക്ക് ഔട്ട്, പത്താൻകോട്ടിൽ ബ്ലാക്ക് ഔട്ട്, ഫിറോസ്പൂരിൽ ബ്ലാക്ക് ഔട്ട്. ശ്രീനഗറിലേക്ക് ഡ്രോണുകൾ എത്തുന്നു, പത്താൻകോട്ടിലേക്ക് ഡ്രോണുകൾ എത്തുന്നു. പൂഞ്ച് മേഖലയിൽ രജൌരിയിൽ ഈ വെടിവെപ്പ് കനക്കുന്നു. BSF ശക്തമായി തിരിച്ചടിക്കുമ്പോഴും ഈ വെടിവെപ്പ് തുടരുകയാണ് എന്ന വിവരങ്ങൾ തന്നെയാണ്. അപ്പോഴിത് വീണ്ടും ശക്തമായി തന്നെ തുടരാനാണ് പാകിസ്ഥാൻ കരുതുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാജസ്ഥാനിലും പഞ്ചാബിലും അടിയന്തര സാഹചര്യമാണ്. ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. ജയ്സാൽമീറിൽ ആണ് മറ്റൊരു പ്രധാന കേന്ദ്രം. ജയ്സാൽമീറിലേക്ക് ഇതുപോലെ ആക്രമണം ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ജയ്സാൽമീർ, പത്താൻകോട്ട്, പൂഞ്ച്, അതുപോലെ ഉധംപൂർ തുടങ്ങിയ ശ്രീനഗറിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കെല്ലാം ആക്രമണം നടക്കുന്നു. LOCക്ക് അപ്പുറത്ത് നിന്ന് ശക്തമായ ഫയറിംഗ് നടക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ സൈന്യമാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നതിന് ഒരു ഉദാഹരണം കൂടി വന്നിരിക്കുകയാണ്. നേരത്തെ പാകിസ്ഥാൻ മുട്ടുമടക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും വെടിനിർത്തൽ വേണമെന്നുള്ള അപേക്ഷയുമായി ഇങ്ങോട്ട് വന്നത് പാകിസ്ഥാനാണ്. DGMOയെ ഇന്ത്യയെ സമീപിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ സൈന്യം എല്ലാം തീരുമാനിക്കുന്നു. പാകിസ്ഥാനിൽ വെടിനിർത്തൽ സൈന്യം അനുസരിക്കുന്നില്ല. സൈന്യം ഇപ്പോൾ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും പാകിസ്ഥാൻ സർക്കാരിനെതിരെ തന്നെ ഇപ്പോൾ സൈന്യം രംഗത്ത് വന്നിരിക്കുകയാണ്. സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രകോപനപരമായി തന്നെ പാകിസ്ഥാൻ നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതാണ് ഇപ്പോൾ കശ്മീരിൽ കാണുന്നത്. കശ്മീരിന്റെ പല ഭാഗങ്ങളിലും അതിർത്തിയിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളും കാണുന്നു. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി തന്നെ ഒമർ അബ്ദുള്ള തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ആദ്യം രംഗത്തെത്തിയിരുന്നു. പലയിടങ്ങളിലും വെടിവെപ്പ് കേൾക്കാം എന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നാണ്, വെടിനിർത്തലിന് എന്ത് സംഭവിച്ചു എന്നാണ് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ചോദിക്കുന്നത്. പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന രീതിയിലുള്ള ചർച്ചകൾ വരുന്നതിനിടെ തന്നെയാണ് 8:30യോടുകൂടി തന്നെ അതിർത്തിയിൽ പല ഭാഗങ്ങളിലും വെടിനിർത്തൽ വന്നിരിക്കുന്നത്. അതിപ്പോൾ ബ്ലാക്ക് ഔട്ട് ആയിരിക്കുകയാണ് പലയിടങ്ങളിലും. ഇന്ത്യ കനത്ത ജാഗ്രതയാണ് ബ്ലാക്ക് ഔട്ടിലൂടെ നടത്തുന്നത്. BSFനെ തിരിച്ചടിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. പലയിടങ്ങളിലും ഇന്ത്യ തിരിച്ചടിക്കുന്നുമുണ്ട്. എന്തായാലും ഒരിടത്തു നിന്നും ഇപ്പോൾ അനിഷ്ട സംഭവങ്ങൾ ഇല്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടില്ല. എങ്കിൽ പോലും പാകിസ്ഥാന്റെ ഷെല്ലിംഗ് ആണ്, ആർട്ടിലറി ഷെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അഖിനൂരിലും പൂഞ്ച് മേഖലകളിലും വെടിവെപ്പുണ്ട്. ഇന്ത്യൻ സേനയുടെ തിരിച്ചടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ ലംഘിക്കുന്ന പാകിസ്ഥാനെയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ആശങ്കപ്പെട്ടിരുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പിൻവലിച്ചിട്ടില്ലായിരുന്നു എങ്കിലും ഇന്ന് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയില്ല എന്നും കരുതിയ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ശ്രീനഗറിൽ ആദ്യ വെടിശബ്ദം മുഴങ്ങിയത്. ഇത് പല ഭാഗങ്ങളിലേക്കും ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ അഭിലാഷ്? തീർച്ചയായും വലിയ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇവിടെ മഞ്ജുഷ്, നമുക്ക് എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ ഈ സീസ് ഫയറുമായി ബന്ധപ്പെട്ട ഇൻപുട്ടുകൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മൾ നൽകിയപ്പോഴും മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഒരല്പം മടിച്ചിരുന്നു. അതിന് കാരണം ഒരു പക്ഷേ ഇത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആക്രമണം ആണോ, അതിനപ്പുറത്ത് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയിട്ടുള്ള ഭീകരവാദികൾ നടത്തുന്ന ആക്രമണമാണോ എന്ന സംശയമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. പാകിസ്ഥാൻ വളരെ കൃത്യമായി ഇന്ത്യക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തുന്നു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീനഗർ മേഖലയിലേക്കുള്ള ഈ ആക്രമണം എന്നത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രേക്ഷകരുമായി പങ്കുവച്ച വിവരങ്ങൾ നമുക്കറിയാം. അത് പൂഞ്ച് സെക്ടറിൽ, ഉറി സെക്ടറിൽ, രജൌരിയിൽ ഉൾപ്പെടെ ആണ് വലിയ തോതിലുള്ള ഷെൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. എങ്കിൽ ഇന്ന് സാഹചര്യം മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് അത് ശ്രീനഗർ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന്. അങ്ങനെ ശ്രീനഗർ മേഖലയിലേക്ക് ആക്രമണം നടക്കുന്നുണ്ട് എങ്കിൽ അതിന് കൃത്യമായ കാരണം എന്നത് തീർച്ചയായും സൈനിക നടപടി എന്ന് തന്നെയാണ് ബോധ്യമാകുന്നത്. ഇതാ പ്രേക്ഷകരുടെ ശ്രദ്ധ ഞാൻ വളരെ പെട്ടെന്ന് ഇതിലേക്ക് എത്തിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം
ആക്രമണമുണ്ടായ മേഖല എന്നത് ശ്രീനഗറിന് താഴെയായി കാണുന്ന, അതായത് ഭൂമിശാസ്ത്രപരമായി നമുക്ക് മുകളിൽ താഴെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഈ മാപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ താഴെ ഭാഗങ്ങളിൽ ആയിരുന്നു പ്രധാനമായും ആക്രമണം നടന്നത്. അതായത് ഈ പാകിസ്ഥാന്റെ അതിർത്തി മേഖലകളോട് വളരെ തൊട്ടുചേർന്ന് കിടക്കുന്ന മേഖലകളായിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്ന പ്രദേശം, ഭൂമിശാസ്ത്രപരമായി പാകിസ്ഥാന് കൂടുതൽ ഉയർന്ന മേഖലകൾ ആണ് ഈ പൂഞ്ച് എന്ന് പറയുന്ന മേഖല, ഉറി എന്ന് പറയുന്ന മേഖല ഉൾപ്പെടെയുള്ള മേഖലകൾ, സാംബ ഉൾപ്പെടെയുള്ള മേഖലകൾ. അവിടെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണം നടന്നതെങ്കിൽ ഇന്ന് അവർ ആ ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. ശ്രീനഗർ പോലെയുള്ള ഒരു പ്രദേശത്തേക്ക് കൂടി വളരെ കൃത്യമായി ഈ മേഖലകളിൽ നിന്ന് മാറി ഒരു പരിധിവരെയെങ്കിലും ശാന്തമായി നിൽക്കുന്ന ഒരു മേഖലയാണ് ശ്രീനഗർ. ഈ കാണുന്ന ഭാഗം ആണ് ശ്രീനഗർ എന്നത്. അവിടെ നിന്ന് ആക്രമണം ഉണ്ടാകുന്നു എന്നതിൽ നിന്ന് വ്യക്തമാകുന്നത് വളരെ കൃത്യമായി പ്ലാൻഡായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ആക്രമണം എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യമാകുന്നത്. അങ്ങനെ വളരെ കൃത്യമായി നടത്തുന്ന ആക്രമണം ആണ് ഇപ്പോൾ ഈ കാണുന്ന പോയിന്റിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ അതായത് പാകിസ്ഥാന്റെ അതിർത്തി രേഖകൾ ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ശ്രീനഗറിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു എങ്കിൽ അത് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും പാകിസ്ഥാൻ കരുതിക്കൂട്ടി നടത്തുന്ന ആക്രമണം തന്നെയാണ്.